നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മളെങ്ങോട്ടാ പോകുന്നത്? വീഡിയോ നല്ലതെന്നൊക്കെ പറഞ്ഞ കൈയിലെ തന്നു. ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്കൂ. ഫുള്ള് കാണിക്കാം. 6:30 കിടന്നു. ഞാൻ 7:30 കിടന്നു. വെൽക്കം ടു മൈ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 ഗേൾസ് ഗോവ വരെ ഒറ്റയ്ക്ക് പോയൊരു നമ്മൾ 3 പേരും കൂടെ പോയൊരു കിടിലൻ സാഹസികമായ ഗോവ വ്ലോഗ് വീഡിയോ ആണ്. ഈ ട്രിപ്പിന് പിന്നിൽ ഒരു ചെറിയ ദുരുദ്ദേശം കിട്ടും, അത് ഞാൻ പിന്നെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇഗ്നോർ മൈ ഡ്രസ്, ബിക്കോസ് ഞാൻ എൻ്റെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് നേരെ സാഹസികമായ ട്രെയിനൊക്കെ ഓടിച്ചാടി കയറി പോയൊരു ട്രിപ്പായിരുന്നു. ഇനി നമുക്ക് ദുരുദ്ദേശത്തിലേക്ക് കിടക്കാം. വിവേകയുടെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, അച്ഛൻ ഞാൻ നാളെ ഗോവയിൽ പോകാട്ടോ. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ഗോവ ഇതെന്താ, അത് കൊച്ചിയിലേക്ക് പോകാന്നൊക്കെ പറയുന്ന ഒരു ഗോവയിലേക്ക് പോകാൻ പെട്ടെന്നൊക്കെ വന്ന് പറയുന്നത്. അങ്ങനെ ആയിട്ട് ഒന്നും പറയാണ്ട് പിറ്റേ ദിവസം ചാർലി ബാഗ് എടുത്ത് അങ്ങോട്ട് പോയി. ഞാനാണെങ്കിൽ സെഡായി. അപ്പൊ തന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു, എടാ വിവേകേട്ടൻ ട്രിപ്പ് പോയടാ എന്ന് പറയുമ്പോൾ തളരുത് രാമൻകുട്ടി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു വിചാരിച്ച എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞെന്താണെന്നറിയോ ഗൈസ്, അച്ചൂസേ കമോൺ നമുക്ക് റിവെഞ്ച് ചെയ്യണം, നമുക്കും പോവാം ഗോവയ്ക്ക്. ഞങ്ങളില്ലടാ. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡിൽ നേരെ വിട്ടു ഗോവയിലേക്ക്. പിന്നെ നമുക്ക് ട്രെയിനിൽ വെച്ചിട്ട് കുറച്ച് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ. അങ്ങനെ എല്ലാവർക്കും കിട്ടിയില്ല ഓരോ ട്രിപ്പൊക്കെ പോകുമ്പോൾ. പിന്നെ നമ്മൾ ഗോവ എന്ന് പറഞ്ഞു കേൾക്കല്ലാതെ ഫസ്റ്റ് ടൈം ആണല്ലോ ഗോവയ്ക്കൊക്കെ ട്രിപ്പ് പോകുന്നത്. അതിന്റെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മളെല്ലാവരും. സോ നമുക്ക് വ്ലോഗിലേക്ക് കിടക്കാം. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഓ മൈ ഗോഡ്, എക്സ്ക്യൂസ് മീ, ഏതാത്മീ. ഇനി ഞങ്ങൾ പറഞ്ഞ ഹിന്ദി മനസ്സിലാവായിട്ടാണോ അതോ ഞങ്ങളെ മനഃപൂർവ്വം മൈൻഡ് ചെയ്തിട്ടാണോ എന്നറിയില്ല. ഞങ്ങളുടെ സീറ്റിലാണ് ആ ബംഗാളി കയറിയിരിക്കുന്നത്. കുഴപ്പമില്ല, ഒരു കണ്ണുറങ്ങിക്കോളാം. നമ്മുടെ സീറ്റ് പോയി. നമ്മുടെ സീറ്റാണ് ഈ മൈൻഡ് അവിടുന്ന് ഇവിടെ വന്ന് കിടന്നതോട് കൂടി ഒരാളെ കൂട്ടിയേ. ഞങ്ങളൊരു കാര്യം ബ്ലോഗ് ചെയ്യാൻ മറന്നു. എന്താ നമ്മൾ മറന്നത്? ഞങ്ങൾ സാഹസികമായി ട്രെയിനിലേക്ക് കയറിയത്. ഞങ്ങൾ കിതച്ച് ഞങ്ങൾ വന്നത്. അത് ട്രെയിൻ ചെയ്തെന്ന് ലാസ്റ്റ് മൂമെന്റിൽ ഞങ്ങൾക്ക് എങ്ങനെയാ ട്രെയിൻ ഉണ്ട് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങളിവിടെ എത്താനായി ഗൈസ്. ഓ മൈ ഗോഡ്, ഒരാൾക്ക് എക്സൈറ്റ്മെന്റോട് ചിരി നിർത്താൻ പറ്റുന്നില്ല, ഒരാൾക്ക് ഞെട്ടല് നിർത്താൻ പറ്റുന്നില്ല. ഗോവ കുറച്ച് ചെറുതാണ് ഗൈസ്. ഏതാ സ്ഥലം? അയ്യോ കണകുളത്തി ഗൈസ്. ഇഷ്ടമാണോ കണകുള? അഭിപ്രായം പറയൂ. കണകുളം നല്ലൊരു സ്ഥലമാണ് ഗൈസ്, ഒരു വെറൈറ്റി സ്ഥലമാണ്. ഞാൻ വിചാരിച്ച അമ്മ കണകുളം എത്തിയെന്ന് പറഞ്ഞു, വെറുതെ പറയായിരിക്കുന്നു. പക്ഷെ ശരിക്കും ഈ സ്ഥലത്തിന്റെ പേര് കണകുളം എന്നാണ് ഗൈസ്.
ഖാനകോന ഗൈസ്, ഞങ്ങളിപ്പോ ഖാനകോന എത്തി. ഹായ് ഗോയ്സ്, നമ്മൾ ഗോവയിലെത്തി. ഹായ് ജയിച്ചു ജയിച്ചു, യേ ഗോവ. ഗൈസ്, ഒരു പ്രത്യേക സ്മെല്ല് ഇവിടെ ഗോവയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതമായ ഒരു സമയത്തൊക്കെ ഇപ്പൊ സമയത്ര 3 മണിയോ 3 മണിക്കൊക്കെ ഗോവയില് 4:15 ആകുന്നു. എത്തിയോ അപ്പോഴേക്ക്? നല്ല കൂളിംഗ് ഉണ്ടില്ലേ, നല്ല തണുപ്പുണ്ടില്ലേ. ആ, ഒരു റിസോർട്ട് ലുക്ക് ഉണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങള് ഇവിടേക്ക് വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. സോ ഗൈസ്, ഇതാണ് ഗോവ. യുനോ, സോ നമ്മൾ ഡ്രസ് വാങ്ങാൻ പോകുന്നു. കുഴപ്പമില്ലല്ലേ ബിരിയാണി? ഹായ് ഗൈസ്, നമ്മൾ പൂളിലേക്ക് പോകുന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പൂളിലേക്ക്. We are at Baga Beach. Oh, nice beach. Selfies beach. നല്ല കളറുണ്ടല്ലോ, ഓറഞ്ച് ഇല്ലേ? കളറില്ല പറയും, ഇതൊക്കെ കറുത്ത് കിടക്കണേ. ഹെയർ സെറ്റ് ചെയ്യാൻ പോണ ഗൈസ്. സെറ്റ് ചെയ്യാനാ. ഇന്ത്യൻ ഫ്ലാഗ് പോയല്ലോ. ഇന്ത്യൻ ഫ്ലാഗ് കളറ് വൈറ്റ് അല്ലേ? എക്സ്പീരിയൻസ് പറയും. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ആ ചൂടാക്കിച്ചല്ലോ. മുടിയൊക്കെ സെറ്റ് ചെയ്തല്ലേ, അപ്പൊ കുറച്ച് പ്രസനാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ആലോചിക്കുക, ആ പല്ലിന്റെ ഗ്യാപ്പ് എന്തൊരു ബോറായിരുന്നു. അന്ന് ഞാൻ പല്ല് സെറ്റ് ചെയ്തില്ല ഗൈസ്. ഇത് 2 years മുന്നേ ഉള്ള വീഡിയോ ആണല്ലോ. ഇപ്പോഴാണ് ഞാൻ പല്ല് സെറ്റ് ചെയ്തത്. എന്തുകൊണ്ട് ഞാനത് മുന്നേ ചെയ്തില്ല എന്ന് ഞാൻ ആലോചിക്കുക. പിന്നെ നമ്മളെ നെസ്രി പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നടക്കുന്ന ആലോചിച്ചാ പോരെ.
ബീച്ചിലെ ബാറിന്റെ മുന്നിൽ കുറെ ചെയർസ് കണ്ടപ്പോൾ വലിയ സംഭവക്കാനായിട്ട് കയറി ഇരുന്നതായിരുന്നു. പക്ഷെ അവിടെയുള്ള ആളുകൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഓടിക്കോളം പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെയുള്ള ചെയറിലൊക്കെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യണം. ചമ്മിയെങ്കിൽ ഞങ്ങൾ നൈസായിട്ട് എണീറ്റു. കാരണം ഞങ്ങൾ നല്ല കുട്ടികളാണല്ലോ. ഓൺലി എൻജോയ്മെന്റ്, നോ ഡ്രിങ്ക്സ്. ഇത് നമ്മൾ ഐ ലവ് ഗോവയുടെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്ന ഒരു റീൽസിന്റെ പ്രാക്ടീസ് സെഷൻ ആണ്. നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഏതാണ് സ്റ്റെപ്പ് എന്നൊന്നും. അപ്പ കളിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. വീഡിയോ നല്ലതാന്നൊക്കെ പറഞ്ഞ കൈയിലെ തന്ന് സംസാരിച്ചു. സോ ഗൈസ് നമ്മള് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. സ്റ്റീം റൈസും ഉണ്ട്, വെജ് മഞ്ചൂരിയൻ, സൂപ്പ് ഉണ്ട്, ചിക്കൻ അപ്പുറം സാലഡ് ഉണ്ട്. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അതെ ഐഷ വാട്സാപ്പ് ഫേസ്ബുക്ക്. ഡേ 1 ഒരു രക്ഷയിലായിരുന്നു. ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിച്ചു. അങ്ങനെ ഡേ 2ലേക്ക് എത്തിയിരിക്കുകയാണ്. മേക്കപ്പ് ഇടാത്ത കാരണം മുഖം കുറച്ച് ഫുഡ് കഴിക്കുന്ന അമ്മൂനെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നേരെ ഗോവ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഡേ 2 പോവുകയാണ്. ഫസ്റ്റ് പോയിരിക്കുന്നത് അഗോഡ ഫോർട്ടിലേക്ക് ആയിരുന്നു. ഒരുപാട് റീൽസ് എടുക്കാൻ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ വന്നതെങ്കിലും എൻ്റെ അമ്മോ ഇവിടുത്തെ വെയില് ഒരു രക്ഷയില്ല. എൻ്റെ അമ്മയെ ഞങ്ങളൊക്കെ കരിഞ്ഞു പൊരിഞ്ഞു പോയി ഗൈസ്. പക്ഷെ ഗോവ വരെ വന്നിട്ട് റീൽസ് എടുക്കാണ്ട് പോവേ ചേ അത് നമ്മളെ പിക്ചറിലുള്ള കാര്യമേ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ്റെ ഒറ്റ ബലത്തിൽ നമ്മൾ 3 പേരും കൂടെ കുറച്ച് സാഹസികമായ റീൽസ് കാര്യങ്ങളൊക്കെ ഫോർട്ടിന്റെ മുകളിലൊക്കെ കയറി എടുത്തു, താഴെ നിന്നിട്ട് എടുത്തു. എല്ലാവരും നോക്കണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷെ അത് സത്യാവസ്ഥ 2 കൊല്ലമായിട്ട് ഇതുവരെ നമ്മൾ ആ റീൽസ് ഒന്നും പോസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. എന്തായാലേ പിന്നെ ഈ ഒരു യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള മൂഡ് എനിക്ക് ഇപ്പോഴാണ് വന്നത്. അങ്ങനെ അന്ന് നൈറ്റ് നമ്മൾ നേരെ പാർട്ടിക്ക് പോയി. പാർട്ടിയൊക്കെ കഴിഞ്ഞ് നൈറ്റ് 2 മണിക്ക് എങ്ങനെ ഞങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കാറുകാരൻ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോകാനായിട്ട് പോയി ഗൈസ്. പിന്നെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ 3 പേരുണ്ടല്ലോ, ഞങ്ങൾ ശക്തമായി ഗേൾ പവർ ആയിട്ട് നിന്നു. വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാവാ ഇന്നലെ അയാൾ പേടിച്ചോടി. ആൻഡ് ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്, ഡേ 3. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സങ്കടത്തിലുമാണ്. പക്ഷെ മേക്കപ്പിനൊന്നും ഒരു കുറവ് വരുത്തിയില്ല കേട്ടോ. മാക്സിമം മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഞാനും വിവേകായിട്ടും സെറ്റ് ആയിട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഒക്കെ നേരെ നാട്ടിലേക്കും പോയി, ഏട്ടൻ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ലാസ്റ്റ് ഡേ നമ്മൾ കപ്പിളായിട്ട് എൻജോയ് ചെയ്തു. കുറെ ഫോട്ടോഷൂട്ട്സ് എടുത്തു വിത്ത് മൈ ഫ്രണ്ട്സ്, ഏട്ടൻ. പിന്നെ നമ്മൾ കുറെ റീൽസ് എടുത്തു. എനിവേ നമ്മൾ ഗോവ 3 ദിവസം അടിച്ചു പൊളിച്ചു നടത്തും. അന്ന് നൈറ്റ് ആയിരുന്നു നമ്മുടെ റിട്ടേൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടും എന്ത് ചെയ്തു,
ചെയ്തു? യെസ്, വി ആർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. നമ്മൾ വീഡിയോസ് എടുത്തു, എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് എന്തില്ല, വിഷയമേ അല്ല. അങ്ങനെ നമ്മൾ സേഫായിട്ട് നാട്ടിൽ തിരിച്ചെത്തി ഗൈസ്. സോ ഹോപ്പ് യു ഓൾ എൻജോയ് ആ വീഡിയോ. അപ്പോൾ ഇനി ഒരു അടിപൊളി ട്രിപ്പിൻ്റെതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആയിട്ട് ഇനി സ്ഥിരം ചെയ്യണമെന്നാണ് പ്ലാൻ. സോ അതുവരേക്കും ടാറ്റാ ബൈ ബൈ.